മാഫിയ വാഴും ദേവസ്വം. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം വൃത്തിഹീനമായ നിലയിൽ കണ്ടെത്തിയ കരിപ്രസാദം ഉൾപ്പെടെ രാസപരിശോധന നടത്തും. എന്തുപയോഗിച്ചാണ് പ്രസാദം നിർമ്മിച്ചിരുന്നതിൽ വ്യക്തത വന്നിട്ടില്ല. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തു നിന്നും ഉയരുന്നത്. അതേസമയം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ ശുദ്ധികലശം നടത്തി. കരിപ്രസാദവും ചന്ദനവും അടക്കം മദ്യക്കുപ്പികൾക്കിടയിൽ കിടക്കുന്നത് ദൃശ്യങ്ങൾ സഹിതം ജനം TV പുറത്തുവിട്ടിരുന്നു. മനോജ് ചേരുന്നു. മനോജ്, ഈ വാർത്ത ജനം TV പുറത്തുവിടുമ്പോൾ അങ്ങേയറ്റം ഞെട്ടലോടെയാണ് ഇത് ഭക്തർ കേട്ടുനിന്നത്. അവർക്ക് എന്തു പറയണം എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പലരും നമ്മളോട് പ്രതികരിച്ചതും നമ്മൾ കണ്ടതാണ്. കാരണം അത്രയധികം പരിഭാവനമായിട്ടാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രസാദം കണ്ടിരുന്നത്. അതിൽ കരിപ്രസാദം ഉൾപ്പെടെയുള്ളവ മദ്യക്കുപ്പികൾക്കിടയിലാണ് നിർമ്മിച്ചിരുന്നത്. അല്ലെങ്കിൽ അവിടെ കിടക്കുന്ന അത്രയും വൃത്തിഹീനമായ ഒരു സാഹചര്യത്തിൽ കിടക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നമ്മുടെ വാർത്തയ്ക്ക് പിന്നാലെ തന്നെ അവിടെ ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്, പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. കാരണം എന്ത് വസ്തു ഉപയോഗിച്ചാണ്, പദാർത്ഥം ഉപയോഗിച്ചാണ് ഇപ്പോൾ നിലവിൽ ഈ കരിപ്രസാദം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതിലും ഒരു വ്യക്തതയില്ല. അപ്പോൾ സമഗ്രമായൊരു അന്വേഷണം തന്നെയാണോ ഇതിന്മേൽ ഇനി തുടർന്നുണ്ടാകുന്നത്? തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഇന്ന് വിജിലൻസ് പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അതായത് ദേവസ്വം വിജിലൻസ് ഈ വീട്ടിലേക്ക് എത്തി കൂടുതൽ പരിശോധന നടത്തുമെന്നാണ്. എന്നാൽ ഈ വിജിലൻസ് ഉദ്യോഗസ്ഥരൊക്കെ ശബരിമലയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ആയിരിക്കും വിജിലൻസ് എത്തി പരിശോധന നടത്തുക. അതുവരെ ആ സീൽ വെച്ച വീട്ടിൽ കാവലുണ്ടാകുമെന്നുള്ള കാര്യമൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ ഭക്തജനങ്ങളും ഒരേ സ്വരത്തിൽ തന്നെയാണ് പറയുന്നത്. ഇത് അറിഞ്ഞപ്പോൾ വലിയ വിഷമമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ നിന്നും പവിത്രമായി നൽകുന്ന ഈ ഒരു പ്രസാദം അത് ഇങ്ങനെയൊക്കെ വൃത്തിഹീനമായിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും കണ്ടെത്തിയപ്പോഴാണ് ഇവിടെ എത്തുന്ന ഭക്തർക്ക് തന്നെ ഇതിൽ വലിയ ആശങ്ക ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെയുള്ള കൗൺസിലർ അടക്കം പ്രതികരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു സംഭവം കണ്ടെത്തുന്നു, അതിന് പിന്നാലെ നടപടി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചിട്ടുള്ള പല സംഭവങ്ങളിലും കൃത്യമായൊരു നടപടിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള പരാതിയാണ് എല്ലായിടത്തു നിന്നും ഉയർന്നു കേൾക്കുന്നത്. അതേ സ്ഥിതി തന്നെയാവോ ഇവിടെയും? ലോകപ്രശസ്തമായ കൊട്ടാരക്കര മണികണ്ഠേശ്വരം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലെ ഇന്നലെ നടന്ന സംഭവം ഏറെ ദുഃഖകരം ഉളവാക്കുന്നൊരു സംഭവമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് നടക്കുന്നതായിട്ടാണ് നമുക്കറിയുന്നത്. ഇപ്പം പുതിയ മേൽശാന്തി വന്നപ്പം അതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് നമ്മളെല്ലാവരും സംഘടനകളും ആവശ്യപ്പെടുന്നത്. എന്നാലും അതിനൊരു ചെവി കൊടുക്കാതെയുള്ള ഒരു കാര്യമാണ് ഈ AOയും ഈ ഉദ്യോഗസ്ഥ മന്ത്രങ്ങളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം പ്രധാനപ്പെട്ട ഒരു ആധാരം എന്ന് പറയുന്നത് ഇവിടെ ഉപദേശ സമിതിയില്ല. നാട്ടുകാരെ ലോകപ്രശസ്തമായ ഗണപതി അമ്പലത്തിൽ ഈ ഒരു ഉപദേശക സമിതിയില്ല. ഇവിടെ 2 കരയുണ്ട്, പ്രശസ്തമായ 2 കരയുണ്ട്. പടിഞ്ഞാറ്റിങ്കര കരയും കിഴക്കേക്കരയും എന്ന് പറഞ്ഞ പ്രധാനമായ 2 കരയുണ്ട്. ഇപ്പം നമ്മുടെ ഉദ്യാസമന പൂജ തിങ്കൾ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന ഉദ്യാസമന പൂജയിൽ 501 ഉണ്ണിയപ്പം കിഴക്കേക്കരയ്ക്കും 500 ഉണ്ണിയപ്പവും പടിഞ്ഞാറ്റിങ്കര കരയ്ക്കുമുള്ള കരയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു അമ്പലമാണ് പടിഞ്ഞാറ്റിങ്കര മഹാഗണപതി ക്ഷേത്രം. ഇവിടെ തന്നെ ഒരു കരപറച്ചിലൊരു കല്ല് തന്നെ ഉണ്ട്. നമ്മുടെ 2 കരകളുടെയും ഒരു അതിനപ്പുറത്തും ഇപ്പുറത്തു നിന്നാണ് ഇത് നമുക്ക് എന്താണ് ഈ ഉപദേശ സമിതി എടുക്കാത്തത്? ഇവിടെ തീവട്ടിക്കൊള്ള നടത്താൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡ് ഈ ഉപദേശ സമിതി എടുക്കാത്തത്. ഉപദേശ സമിതി എടുത്താൽ ഉപദേശ സമിതി എല്ലാ കാര്യങ്ങളും ഉപദേശ സമിതി ഇടപെടും. ആ കാര്യങ്ങൾ ഞാൻ ഏകദേശം 10-12 വർഷത്തോളം ഉപദേശ സമിതി ഇരുന്ന കക്ഷിയാണ്, എല്ലാ ചുമതലയും വഹിച്ചിട്ടുള്ള കക്ഷിയാണ്. ഈ ഉപദേശ സമിതിയുള്ള സ്ഥാനത്ത് എല്ലാവരും ദേവസ്വം ബോർഡിനെ സപ്പോർട്ട് ചെയ്ത് ഉപദേശ സമിതി ഏത് കാര്യങ്ങൾക്കായാലും നമ്മൾ ഉപദേശ സമിതി ഇടപെടുമായിരുന്നു. ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഉപദേശ സമിതി ഒന്നിനും ഇടപെടുന്നില്ല. ഇപ്പം തന്നെ രാമായണ മാസം ഇവിടെ നടന്നു, കർക്കിടക മാസത്തിലെ രാമായണ മാസം ഇവിടെ നടന്നു. ആളുകളുടെ കയ്യിൽ 2500 രൂപ മേടിച്ച് ഏത് രീതിയിലാണ് ദേവസ്വം ബോർഡ് ആ പൈസ വാങ്ങിച്ചത്? ഏത് വൗച്ചർ പ്രകാരമാണ് പൈസ വാങ്ങിച്ചത്, ചിലവാക്കിയത്? ഇനി അതുപോലെ തന്നെ ഇപ്പം നാട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് വൃശ്ചിക മാസത്തിലെ ചിറപ്പ് നടത്താൻ പോവുകയാണ്. അത് പനിയാരി 20,000 രൂപ, കഞ്ഞി സദ്യ ഉൾപ്പെടെ പനിയാരി 20,000 50,000 രൂപയൊക്കെ മേടിക്കണത്. ഇത് നാട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡിന് ഇവിടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. അത് ഒരിക്കലും ഇവിടെ നാട്ടുകാരുള്ളിടത്തോളം കാലം ഞങ്ങളുടെയൊക്കെ നെഞ്ചി ചവിട്ടിക്കൊണ്ട് മാത്രമേ അത് നടക്കാൻ പറ്റൂ. അതുകൊണ്ട് അതിന് ഒരിക്കലും ഒരു രീതിയിലും ഞങ്ങൾ അതിന് പിന്തുണ കൊടുക്കത്തില്ല. നാട്ടുകാരെ പ്രതിനിധിയായിട്ട് ഉപദേശ സമിതി ഇവിടെ വേണം. അതുകൊണ്ട് ഈ ഇന്നലത്തെ ഒരു ചെറിയ സംഭവമാണ്. ഇനി പല സംഭവങ്ങൾ ഇനി ഒരു വെളിയിൽ വരാൻ പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാം കൂടെ ഈ സ്വർണ്ണത്തിൻ്റെ അളവ് ഇവിടെ എണ്ണിത്തിട്ടപ്പെടുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ഈ തൊട്ടപ്പുറത്തൊരു കടയിൽ ഒരു ചായ കുടിച്ച് ഇവിടുത്തെ ഒരു ജീവനക്കാരൻ ചായ കുടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചായ കുടിച്ചിട്ട് ഈ ചായ കുടിച്ചതിൻ്റെ പൈസ കൊടുക്കാൻ നേരത്തെ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോൾ ഒരു സ്വർണ്ണ തൊട്ടാണ് തടയി വീണത്.
ഇവിടുന്ന് എല്ലാം തീവെട്ടിക്കൊള്ള നടക്കുകയാണ്. ഉപദേശ സമിതിയെയും ഈ നാട്ടുകാരെ ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ തീവെട്ടിക്കൊള്ള നടത്താൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, ചന്ദ്രചൂഡൻ എന്ന് പറയാം. ഇവിടെ 3 വർഷം ഇരുന്നു. അത് പടിഞ്ഞാറ്റൻ അമ്പലത്തിൽ 3 വർഷം ഇരുന്നു. ഇവിടെ 3 വർഷം ഇരുന്നു. എന്തുവാ ഇവിടുത്തെ ഈ കൊള്ള നടത്താൻ വേണ്ടി അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ശ്രീ മണികണ്ഠേശ്വര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഇവിടെ ഒരു അക്കൗണ്ട്സ് ഓഫീസറില്ല. ഈ ഇവിടുത്തെ കണക്കെഴുതുന്ന വാച്ചറായ ചന്ദ്രചൂഡനാണ് കണക്കെഴുതുന്നത്. അതെന്തുവാണ് അദ്ദേഹം പറയുന്നതാണ് ഇവിടെ കണക്ക്. ഇതെല്ലാം ഇവിടെ നടക്കുന്ന തീവടി. ഇതിപ്പം നമ്മൾ ഇന്നലെ കരിപ്രസാദം പിടിച്ചത് ചെറിയൊരു സംഭവം മാത്രമാണ്. അതിൽ കൂടുതൽ സംഭവങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. വരും ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. ഇവിടെ താഴെ പടിഞ്ഞാറ്റിങ്കര ഒരു സ്ട്രോങ് റൂമുണ്ട്. 25 വർഷം മുമ്പുള്ള സ്വർണ്ണങ്ങൾ ഇവിടെ എത്ര കിട്ടിയെന്നുള്ള ഫോം 2ഉം ഫോം 4ഉം പ്രകാരം എത്ര സ്വർണ്ണം കിട്ടിയെന്ന് അളന്ന് തിട്ടപ്പെടുത്തണം. അത് നാട്ടുകാരുടെ ആവശ്യമാണ്. അത് അളന്ന് തിട്ടപ്പെടുത്തിയേ പറ്റൂ. ഇങ്ങനത്തുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട് ഇവിടെ. അവർക്ക് എന്തും തോന്നിയ മാസം കാണിക്കാമെന്നുള്ള രീതി അത് ഞങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടി അത് നടത്തൂ. അതുകൊണ്ട് അത് ഇവിടെ ഒരിക്കലും അനുവദിക്കില്ല. ഇന്നലെ നടന്ന ചെറിയൊരു സംഭവം മാത്രമാണ്. ബാക്കിയുള്ള സംഭവങ്ങൾ വരും കാലങ്ങളിൽ പുറത്ത് ഞങ്ങൾ വിടും. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ സ്വർണ്ണമടക്കം എണ്ണി തിട്ടപ്പെടുത്തണം എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളവരൊക്കെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു സംഭവം കണ്ടെത്തി. അതിൻ്റെ തുടർ നടപടികളെക്കുറിച്ച് എന്തെങ്കിലും അറിയിച്ചിട്ടുണ്ടായിരുന്നോ? തീർച്ചയായും ഇത് വളരെ ഒരു ദൗർഭാഗ്യകരമായ സംഭവമാണ് ഇന്നലെ കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പരിപാവനമായി നമ്മൾ കണ്ടുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം നമ്മൾ ധരിക്കുന്ന മഹാഗണപതിയുടെ കരിപ്രസാദം വളരെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ BJPയും ഹിന്ദു ഐക്യവും ചേർന്ന് പിടികൂടുകയുണ്ടായി. അത് സീൽ ചെയ്തു. അപ്പോൾ പിന്നെ രാവിലെ ഞങ്ങൾ അസിസ്റ്റന്റ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടപ്പോൾ തിങ്കളാഴ്ച രാവിലെ ദേവസ്വം വിജിലൻസ് അടക്കം എത്തിക്കൊണ്ട് പരിശോധന നടത്തിക്കൊണ്ട് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾക്ക് അസിസ്റ്റന്റ് കമ്മീഷൻ രാവിലെ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ശക്തമായ പ്രതിഷേധം 48 മണിക്കൂറിനുള്ളിൽ കുറ്റക്കാർക്കെതിരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അടക്കം ഇതിൽ പങ്കാളികളായിട്ടുള്ള കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഭക്തജനങ്ങളെ കൂട്ടിക്കൊണ്ട് ബഹുജന പ്രക്ഷോഭം ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇപ്പോൾ ഈ പുതുതായി ക്ഷേത്രത്തിൽ കരിപ്രസാദമൊക്കെ നിർമ്മിക്കാനൊരു സ്ഥലം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ അത് ഇന്നലെ മുതലാണോ വീണ്ടും ആരംഭിച്ചത്? ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചതാണ്. ഈ കരിപ്രസാദ വിതരണത്തിലല്ല അഴിമതി, ചെറിയ അഴിമതിയല്ല. അവിടെ കാണപ്പെട്ട നെയ്യ്, മറ്റ് പൂജാദ്രവ്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപ വരുന്ന പൂജാദ്രവ്യങ്ങൾ അവിടെ കാണപ്പെട്ടു. അതിനെപ്പറ്റി ശക്തമായ അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. ഇത് ആര് കൊണ്ടുപോയി, ആർക്ക് വിൽക്കുന്നു? 1 കിലോ വീതം പാക്കറ്റുകളിലുള്ള നെയ്യ് ഇത് ആര് കൊണ്ടുപോകുന്നു, ആർക്ക് വിൽക്കാൻ കൊണ്ടുപോകുന്നു? ആനയുടെ നെറ്റിപ്പട്ടം, തിടമ്പ്, ഈ സാധനങ്ങളൊക്കെ എങ്ങനെ അവിടെ വന്നു? അതാണ് അന്വേഷിക്കേണ്ടത്. അത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. ഞങ്ങൾ പ്രസാദം ഉണ്ടാക്കാൻ സ്ഥലം അന്വേഷിച്ച് പോയതൊന്നുമല്ല. ഈ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പൂജാദ്രവ്യങ്ങൾ ഇതിന് ഉത്തരവാദികൾ ഇവിടുത്തെ ഭക്തജനങ്ങളും കൂടെ. ഈ പൊട്ടിക്കാതെ കൊടുക്കരുത്. നെയ്യ് തുടങ്ങിയ സാധനങ്ങൾ, എണ്ണ തുടങ്ങിയ സാധനങ്ങൾ കവർ പൊട്ടിച്ചേ കൊടുക്കാവൂ. ഇത് ബൾക്കായിട്ട് കൊണ്ടുപോയി വിൽക്കാനുള്ള സംവിധാനം നമ്മൾ തന്നെയാണ് ഇവർക്ക് ഒരുക്കി കൊടുക്കുന്നത്. അതുതന്നെയാണ്. തീർച്ചയായും എന്തായാലും ഇവിടെ ഭക്തരടക്കം ഇവിടെ ഇരിക്കുന്നുണ്ട്. വിവരങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു എന്തെങ്കിലും? ഞാൻ ഇവിടെ ഉള്ള ആളല്ല, ഞാൻ ചിറ്റളങ്ങരയുള്ളതാണ്. ഇപ്പോൾ വിവരങ്ങൾ അറിഞ്ഞ കരിപ്രസാദം നല്ല രീതിയിലല്ല ഇവിടെ കൊടുക്കുന്ന ഭക്തജനങ്ങൾക്ക്. ഇവിടുത്തെ സാധനങ്ങൾ മറിച്ച് വിറ്റ് അതിനകത്ത് എന്തൊക്കെ ക്രമക്കേടുകൾ വന്നിട്ടുണ്ട്. ഇന്നലെ ഇവിടെ വളരെ ബഹളമായിരുന്നു. ഞാൻ ഇന്ന് തൊഴാൻ വേണ്ടി വന്ന ഭഗവാനെ തൊഴുതു. അപ്പോൾ നമ്മൾ ഭക്തരെ ഭഗവാന് സമർപ്പിക്കുക. നമുക്ക് ആ പ്രസാദം സ്വീകരിക്കുമ്പോൾ എത്ര നിറഞ്ഞ മനസ്സോടാണ് നമ്മൾ സ്വീകരിക്കുന്നതല്ലേ. അപ്പോൾ അതനുസരിച്ചുള്ളൊരിതല്ലേ കിട്ടണ്ടേ. അവർ ആ രീതി ചെയ്യാൻ പാടില്ല. അതോ ഇവിടെ തന്നെ അല്ലേ, ഇപ്പോൾ ശബരിമലയിൽ നമ്മൾ കേൾക്കുന്നു, ചിറ്റോളങ്ങരയിൽ എല്ലായിടവും എങ്ങനെയാ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് വിശദമായിട്ട് അതിന് വേണ്ടപ്പെട്ടവർ അതിന് നടപടികൾ എടുക്കണം. ഭക്തർ വിശ്വാസത്തോടു കൂടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് ആ തരത്തിലുള്ള ഒരു പുണ്യം നമുക്ക് കിട്ടണം, മനസ്സിന് തൃപ്തമായ ഒരു പുണ്യം കിട്ടണ്ട. അതിനല്ലേ എല്ലാവരും വന്നു ചേരുന്നത്. ഭഗവാൻ നമ്മൾ നിറഞ്ഞ മനസ്സോടാണ് കൊടുക്കുന്നത്. അത് മറ്റൊരു വ്യക്തികൾക്ക് ഒരു ബിസിനസ് നടത്താൻ വേണ്ടിയല്ല, അല്ലേ? ആ രീതിയിലെല്ലാം നല്ലതായിട്ട് വരട്ടെ. തീർച്ചയായും അതുതന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ ഒരു നടപടിയാണ്. അതായത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടെത്തുമ്പോഴും പലയിടത്തും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കൊട്ടാരക്കര ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ തട്ടിപ്പുകളൊക്കെ പുറത്താകുമ്പോൾ പോലും ശക്തമായിട്ടുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. അപ്പം അതുതന്നെയാണ് സത്യാവസ്ഥ. അറിയപ്പെട്ട ക്ഷേത്രങ്ങളിലെ ഏറ്റവും അറിയപ്പെട്ട ക്ഷേത്രമാണ് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കാനനവാസനായ അയ്യപ്പനെ കാണുവാൻ പോകുന്നതും ഇവിടെ വന്ന് തൊഴുതിട്ടാണ്. അതുപോലെ തിരികെ വന്ന് മാല തൊഴുന്ന ഒരു ചടങ്ങ് കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മേടത്തിരുവാതിര മഹോത്സവം ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും എത്തിച്ചേരുന്നത്.
അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് വിനായക ചതുർത്ഥി മഹോത്സവം. ഈ വിനായക ചതുർത്ഥി മഹോത്സവത്തിലാണ് ഇവിടെ മോദകമൊക്കെ മറിച്ചു വിറ്റ സംഭവം ഉണ്ടായത്. അപ്പോൾ നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഈ വർഷത്തിന് മുൻപ് വരെ വിനായക ചതുർത്ഥി മഹോത്സവം മേടത്തിരുവാതിര മഹോത്സവം പോലെ 2 ദിവസമാണ്. പണ്ടൊക്കെ 1 ദിവസമായിരുന്നു. ഇപ്പം സമീപകാലങ്ങളിൽ 2 ദിവസമാണ് വിനായക ചതുർത്ഥി മഹോത്സവം നടക്കുന്നത്. കൊട്ടാരക്കര ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മേടത്തിരുവാതിര മഹോത്സവം, ആ മേടത്തിരുവാതിര ഉത്സവത്തോട് അത്രയും വിപുലമായ രീതിയിൽ നടത്തുന്ന വിനായക ചതുർത്ഥി ദിവസമാണ് ജനങ്ങൾ വളരെയേറെ ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ വിനായകൻ്റെ പ്രസാദമായ മോദകം വാങ്ങുവാൻ എത്തിയപ്പോഴോ മോദകമില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കണം, മുൻകാലങ്ങളിൽ എല്ലാ ഭക്തർക്കും ഇഷ്ടം പോലെ മോദകം കൊടുക്കുന്നു. ഈ വിനായക ചതുർത്ഥി ദിവസം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മോദകം തീർന്നുവെന്ന്. എന്നിട്ട് ഈ മോദകം അപ്പുറത്ത് മറുവിലയ്ക്ക് വിറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ഈ കരിപ്രസാദം അടക്കം നമ്മൾ ഈ വൃത്തിഹീനമായ നിലയിൽ കണ്ടെത്തിയത്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഓരോ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം തന്നെയാണ് അവർ നമ്മളോടൊക്കെ ഇപ്പോൾ പറയുന്നത്. അത് തന്നെയാണ് സത്യം. ഞാൻ ഇന്നലെയും ഇന്നും പലരെയും കണ്ടപ്പോൾ പലരും കണ്ണുകൾ ഈറനണിഞ്ഞ സാഹചര്യമാണ്. കാരണം അവർ പറയുന്നത്, ഞങ്ങൾ ഇവിടെ വരുമ്പോൾ മഹാഗണപതിയുടെ പ്രസാദം പ്രസാദം ഇടുമ്പോൾ ഞങ്ങൾക്ക് മുൻകാലങ്ങളിൽ പ്രത്യേകമായ ഒരു ചൈതന്യമായിരുന്നു. പക്ഷേ അടുത്ത സമയത്ത് അത് ചൊറിയുന്ന ചില സാഹചര്യങ്ങളുണ്ടായി നെറ്റിയിൽ. അപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്നലെ ഈ കള്ളം, അതായത് ഈ കരിപ്രസാദം അനധികൃതമായ രീതിയിൽ ആചാരപരമായ കാര്യങ്ങൾ മറിച്ച് വെച്ചുകൊണ്ട് ബംഗാളികളെയും വിദേശ തൊഴിലാളികളെയും ഇരുത്തിക്കൊണ്ട് അവർക്ക് മദ്യം കൊടുക്കുന്ന, ഇന്നലെ നമ്മൾ കണ്ടതാണ്, മദ്യക്കുപ്പികൾ വരെ അവിടെ പിടിച്ചിരിക്കുന്നു. സിഗരറ്റ് കവറുകൾ, സിഗരറ്റ് കുറ്റികൾ, ബീഡി കുറ്റികൾ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഇത് ചെയ്യുമ്പോൾ ഇതല്ലതിനപ്പുറവും സംഭവിക്കും. അപ്പോൾ ഭക്തജനങ്ങൾ പറഞ്ഞത് സത്യമായി മാറിയിരിക്കുകയാണ്. ചൊറിഞ്ഞത് ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇത് ചെയ്തുകൊണ്ടാണ്. നമുക്കറിയാം, തിടപ്പള്ളിയിലുള്ളിലാണ് ഇത് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇങ്ങനെ കൊട്ടാരക്കരയ്ക്ക് മാത്രമല്ല, ദൂരെ നിന്ന് എത്തുന്നവർ പോലും അവരുടെ മുഖത്ത് നിന്നും മ്ലാനതയാണ്. ഗണപതിയെ കണ്ട് പോകുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് പ്രസാദമായിരുന്നുവെങ്കിൽ ഈ വാർത്ത അറിഞ്ഞ് ഇവിടെ ദർശനം നടന്ന് കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ മുഖത്ത് മ്ലാനതയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, വലിയ കള്ളം നടന്ന ശബരിമലയിലെ കള്ളത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പോയിരിക്കും. ഇന്ന് അറിയാൻ കഴിഞ്ഞത് തിടമ്പ് വരെ, ശബരിമല കാനനവാസന്റെ തിടുമ്പ് വരെ അടിച്ചു മാറ്റിയിരിക്കുന്നു. അപ്പം കള്ളന്മാർ വലിയ കള്ളനെ പിടിക്കാൻ പോയിരിക്കുമ്പോൾ ഇപ്പം പറയുന്ന മറുപടി, ഈ ഇത് കൊച്ചു കള്ളമല്ലേ, ഒരിക്കലും അനുവദിക്കില്ല. BJPയും അതുപോലെ ഹിന്ദു ഐക്യവേദിയും പരിവാർ സംഘടനകളും ഈ കള്ളന്മാരെ ദേവസ്വം മന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് തലസ്ഥാന നഗരത്തിലോ BJPയുടെ യുവമോർച്ചയുടെയും യുവാക്കൾ സമരങ്ങളുമായി നീങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്തെല്ലാം സംഭവിച്ചാലും, ഏത് രീതിയിൽ ഞങ്ങളെ തടഞ്ഞാലും ഇതിൻ്റെ നിജസ്ഥിതി ഇത് കൊട്ടാരക്കരയുടെ മാത്രമല്ല, ഇന്ത്യയിലെ ഒട്ടേറെ ഭക്തജനങ്ങളുടെ ഒരു വേദനയായി മാറിയിരിക്കുകയാണ്. അതെ, ശരി മനോജ്. എന്തായാലും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിന് സമീപം വൃത്തിഹീനമായ നിലയിൽ കണ്ടെത്തിയ കരിപ്രസാദം ഉൾപ്പെടെ രാസപരിശോധന നടത്തും. ഈ വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ ഭക്തർ ഏറെ ആശങ്കയിലാണ്. അങ്ങേയറ്റം ദുഃഖവുമുണ്ട്. കാരണം അങ്ങേ പരിപാവനമായ ആ പ്രസാദം ഇത്തരത്തിൽ വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് നിർമ്മിച്ചിരുന്നത് എന്നുള്ളതിൽ വലിയ രീതിയിലുള്ള ഞെട്ടൽ തന്നെയാണ്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ശുദ്ധികലശം നടത്തിയിട്ടുണ്ട്. തുടരന്വേഷണവും ഉണ്ടാകും എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് പറയുന്നത്. മനോജാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.